വിട്ടേ പറ്റൂ. ഞാൻ പറഞ്ഞത് അച്ഛൻ പോരുത്, പിന്നെ വലിയ പ്രശ്നവും. പോണ്ട. നീ രാജനെ വിളിക്ക്. ഇന്നലെ വരെ യവൻ ചെയ്തിട്ടുള്ള എല്ലാ മര്യാദകേടുകളും ഞാൻ എഴുതി തള്ളിയിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദിവ്യ യവനെ ഉപേക്ഷിച്ച് പോയതാണെങ്കിലും അവൾ എപ്പോ കുഞ്ഞുമായി തിരികെ വന്നാലും ആ കുഞ്ഞിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം യവന് തന്നെയായിരിക്കും. ഈ നിബന്ധനകളെല്ലാം അംഗീകരിക്കാമെങ്കിൽ മാത്രം ഈ കല്യാണം നടത്താം. മനുഷ്യൻ എന്നെ ഏത് പാതാളത്തിൽ പിടിച്ച് തളച്ചിട്ടാലും ദൈവം എന്റെ കൂടെ തന്നെ ഉണ്ട്. കണ്ടില്ലേ? എന്താ സാറേ ഒറ്റയ്ക്ക് ചിരിക്കുന്നേ? എടോ, എന്നെ ഓരോ വികൃതികൾ ആലോചിച്ച് ചിരിച്ചു പോയതാടോ വിനോദേ. സാറ് മഹാവികൃതിക്കാരനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആയിരുന്നല്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ കാട്ടിയ വികൃതികളും കുസൃതികളും ഒക്കെ പറഞ്ഞാൽ ഒരു വലിയ പുസ്തകം എഴുതാമടോ. അതിരിക്കട്ടെ, പ്രതാപവർമ്മ സാറും മകളും ഒക്കെ വന്നത് എന്തിനാ? പണ്ട് നിങ്ങളൊക്കെ തമ്മിൽ ശത്രുക്കളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എടോ, അതൊക്കെ പണ്ടായിരുന്നില്ലേ. ഇപ്പോൾ വന്നതേ ആത്മമിത്രങ്ങളായിട്ടാ. ഞങ്ങള് ബന്ധുക്കളാവാൻ പോവാടോ. ബന്ധുക്കളോ? അതെ, ബന്ധുക്കള്. എന്റെ മകളെ വർമ്മയുടെ അനന്തരവൻ വിവാഹം കഴിക്കുക. നേരാണോ അത്? നേര്. എന്റെ സമ്മതം ചോദിക്കാനും വിവാഹം ഉറപ്പിക്കാനും ആണ് വർമ്മ വന്നത്. സാറ് സൂപ്രണ്ട് സാറിനോടൊന്ന് ആലോചിച്ച് കോടതിയെ ഒന്ന് സമീപിക്കേ. മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ ചിലപ്പോ ഒരു ദിവസത്തെ പരോളൊക്കെ കിട്ടിയേക്കും. മകളുടെ കല്യാണം എനിക്ക് ഇവിടെ കിടന്ന് കാണാൻ കഴിയോടോ? മനസ്സിൽ. എത്ര പെട്ടെന്നാണ് ശത്രുക്കളൊക്കെ മിത്രങ്ങളാവുന്നത് അല്ലേ സർ? ആനന്ദംപിള്ളയുടെ ശത്രുതയൊന്നും അങ്ങനെ എളുപ്പം തീരില്ലടോ വിനോദേ. എന്റെ പകയും പ്രതികാരവും കേട്ടടങ്ങുകയില്ല. ഈ കല്യാണത്തിന് പിന്നിൽ എനിക്ക് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട്. നട്ടലില്ലാത്ത നായ, വാക്കിന് വ്യവസ്ഥയില്ലാത്തവൻ. അവൻ വാക്ക് കൊടുത്തതാ ശ്രീലക്ഷ്മിയായിട്ട് യാതൊരു പ്രശ്നമില്ലാന്ന്. നേരിട്ട് പറഞ്ഞതാ. എന്നിട്ടാ അവൻ ഈ തെമ്മാടത്തിനെ കാണിച്ചത്. എടാ, ഞാനിത് നേരത്തെ പ്രതീക്ഷിച്ചതാ. അവനെ കൊണ്ട് രുക്മിണി ഇങ്ങനെയൊക്കെ ചെയ്യിക്കുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അച്ഛാ, ഈ രുക്മിണിയാ ഞാൻ ഈ ലോകത്തെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിഷം. എവളുടെ അത്രയും വിഷം സാക്ഷാ രാജവമ്പാലിക്ക് പോലും ഇല്ല. എടാ, അവളെ എത്ര നിർബന്ധിച്ചാലും അവൻ ചെയ്തത് മര്യാദയാണോ? ഒരു കാരണവുമില്ലാതെ കല്യാണം കഴിച്ച പെണ്ണിനെ ഉപേക്ഷിക്കാന്ന് പറഞ്ഞാ അതെവിടത്തെ ന്യായോടാ? ഇവനെയൊക്കെ പിടിച്ച് കയ്യും കാലും തല്ലിയൊടിക്കണം. അച്ഛൻ പറഞ്ഞതാ ശരി. തല്ലി എല്ലാം ഒടിക്കണം ഇവന്റെയൊക്കെ. ആദ്യം അവരെ ശരിപ്പെടുത്തണം. അവന്റെ തൊള്ള രുക്മിണിയെ. അവരിന്നോ ഇന്നലെ തുടങ്ങിയതല്ല നമ്മളോടുള്ള ഈ പക. കെട്ട കുടുംബം കേട്ടോ, കെട്ട കുടുംബം. ആദ്യം അവരാ ഗോപിയേട്ടനെ അടിച്ച് പള്ളയെ കളഞ്ഞ്, എന്നിട്ട് ഞെളിഞ്ഞ് നടക്ക കരപ്രമാണിയായിട്ട്. അമ്മ എങ്ങനെ കരയാതമ്മ? എന്റെ കുഞ്ഞിന്റെ ജീവിതം തകർന്നു പോയില്ലേ? അവളുടെ ജന്മം തോലഞ്ഞില്ലേ? എടീ, നീ ഇങ്ങനെ കരയാതെ. കരഞ്ഞിട്ട് എന്താ പ്രയോജനം?
നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? വിവാഹ ജീവിതം എന്നൊക്കെ പറഞ്ഞ ഓരോരുത്തരുടെ ഭാഗ്യം കൂടിയാ. ദേ, ശ്രീ വരുന്നുണ്ട്. എങ്ങനെയാ, അവളോട് ഇക്കാര്യം പറയണോ? മോളെ, ഇപ്പൊ അവളോടൊന്നും പറയണ്ട. അവളാക്കി തകർന്നു പോ. അതിപ്പം അറിയിക്കാതെ വെച്ചിട്ടെന്താ കാര്യം? എപ്പോഴായാലും അവൾ അറിയണ്ടേ? ജേട്ടൻ പറയുന്നതിലൊരു ന്യായമുണ്ട്. അവളോട് ഒളിപ്പിക്കുന്ന എന്തിനാ? അച്ഛൻ എന്തു പറയുന്നു? അല്ല, അവളിതൊക്കെ അഭിമുഖീകരിക്കണ്ടേ? പറയുന്നത് തന്നെയാ നല്ലത്. അമ്മേ, പ്രസാദം. എന്താ അമ്മേ? എന്ത് പറ്റി എല്ലാവർക്കും? അച്ഛാ, പ്രിയച്ചി, എന്താ കാര്യം? ജേട്ടനെങ്കിലും എന്താ കാര്യം എന്ന് പറ. അല്ല, അത് എപ്പോഴായാലും നീ ഇത് അറിഞ്ഞേ പറ്റൂ. ഇവർക്കൊക്കെ പറയാൻ വലിയ പ്രയാസ. ഞാൻ തന്നെ പറയാം. പിന്നെ നീ ഇത് കേട്ട് വിഷമിക്കുന്നു വേണ്ട. എന്തിനീ അതിനൊരു പരിഹാരം ഉണ്ടല്ലോ. കാര്യം പറ ജേട്ടാ. പിന്നെ നിന്റെ പേരിൽ ഹരീഷ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു. മോളെ, ഇത് ഹരീഷിനോട് ചോദിച്ചിട്ട് എന്നെ കാര്യം. മോളെ, മോളെ, എന്നെ വീടമ്മേ, എന്നെ വീട്. എനിക്ക് ഹരീഷിനോട് ചോദിച്ചേ പറ്റൂ. അമ്മ വീട് എന്നല്ലേ പറഞ്ഞേ? വീട് എനിക്ക് ചോദിച്ചേ പറ്റൂ. മോളെ, മോളെ, അമ്മ പറയുന്നത് കേക്ക്. എനിക്ക് ചോദിക്കണം. അമ്മ എന്നെ വീട്. പോണ്ട മോളെ. വീടമ്മേ, എനിക്ക് ചോദിക്കണം. മോളെ, ചോദിച്ചേ പറ്റൂ. മോളെ നീ ഇപ്പൊ പോണ്ട. എന്നെ വിട്ടേ പറ്റൂ. എടീ, ഞാൻ പറഞ്ഞത് കേക്ക്. നീ പോണ്ടെന്ന്. ഞാൻ പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞത് അച്ഛൻ പോരുത്. പിന്നെ വലിയ പ്രശ്നവും. വീണുവിട്ട് പോണ്ട. നീ രാജനെ വിളിക്ക്.